ഹലോ. നമ്മൾ പലരും ഈ ബുക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ പി ധർമ്മജൻ. 49ാം പതിപ്പ് റിലീസായി. ഓൾമോസ്റ്റ് 3 ലക്ഷം കോപ്പികൾ വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ബുക്ക് എത്തുന്നത് ഓൾമോസ്റ്റ് ഒരു 2 മാസം മുമ്പാണ്. ബുക്ക് റിലീസായത് 2022 തോന്നുന്നു. അപ്പോൾ അന്ന് കുറേ പേര് ഇതിൽ സ്റ്റാറ്റസ് ഇട്ടു, സ്റ്റോറി ഇട്ടു, കുറേ വൈറലായി. ഇത് വൈറലായതിന് ശേഷം ആൾക്ക് ഈ ബുക്ക് സാഹിത്യ അവാർഡ് എന്തൊക്കെയോ കിട്ടി. പിന്നെ ഇതിനെ പറ്റി കുറേ ഡിസ്കഷൻ നടന്നു. ഇത് റീഡേഴ്സിൻ്റെ ഇടയിൽ ഇത് ഭയങ്കര ഓവർ ഹൈപ്ഡ് ആണ്. ചിലവർ പറയണത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ചിലവർ പറയുന്നത് ഓവർ ഹൈപ്ഡ് ആണ്, അതിന് മാത്രമുള്ള സ്റ്റഫൊന്നും ഈ ബുക്കിനില്ല എന്നിങ്ങനെ കുറേ പേര് പറയുന്നുണ്ട്. ഞാനൊരു റീഡർ ആണെങ്കിൽ കൂടി ഞാൻ വായിച്ചിരുന്നത് സെൽഫ് ഹെൽപ്പ്, ഓട്ടോബയോഗ്രഫി, ഇങ്ങനത്തെ ബുക്കുകളായിരുന്നു ഞാൻ കൂടുതലും വായിച്ചിരുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഈ ബുക്ക് എങ്ങനെയത്, ഞാനൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഈ ഷെൽഫിലിരിക്കാൻ കണ്ടതാണ്. അവിടെ സുധാമൂർത്തിയുടെ വേറെ ബുക്കുകളൊക്കെ ഉണ്ട്. ഈ ബുക്ക് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാർ സ്റ്റോറി ഇട്ടതും സ്റ്റാറ്റസ് ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ ഇങ്ങനെ മീഡിയക്കോർ, അതായത് കുഴപ്പമില്ല, രസമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സാണ് പറഞ്ഞത്. പിന്നെ സ്ഥിരം വായിക്കുന്ന ഈ മലയാളം നോവൽസൊക്കെ വായിക്കുന്ന ആൾക്കാരോട് പറഞ്ഞത് അതിനുള്ള സ്റ്റഫൊന്നും ഇല്ലടാ, അത്രയ്ക്ക് പോരാ, അങ്ങനെയൊക്കെയാണ് ആൾക്കാരത് പറഞ്ഞിരുന്നത്. ഞാനപ്പോൾ ഈ എൻ്റെ ഈ റിലേറ്റീവ് ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി ഈ ബുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത്, എടാ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്, സിനിമ കാണുന്ന പോലെയൊക്കെ തന്നെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഈ ബുക്ക് എടുത്ത് ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ഞാൻ ബുക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു വായിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ സംഭവം വായിക്കാൻ തുടങ്ങിയിട്ട് മുന്നേ ഒന്നുകൂടി 2 പേരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ റെഡിറ്റിലും വായിച്ചു. അപ്പോൾ കൂട്ടുകാരടുത്ത് ചോദിച്ചപ്പോൾ ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, കുഴപ്പമില്ല എന്നുള്ളൂ. റെഡിറ്റിൽ നോക്കിയപ്പോൾ ഓവർ ഹൈപ്ഡ് ആണ്, ഞാൻ ഇനി DC ബുക്സിന് ബുക്ക് മേടിക്കില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഒരു ബുക്ക് വായിക്കുമ്പോൾ ഇത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് പോയി ചോദിക്കാതെ നമുക്ക് സ്വയം സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് വായിക്കാം. കാരണം ഇത്രയും വിറ്റ് പോയതല്ലേ. ഞാനൊരു ക്ലോസ് ഫ്രണ്ടിനോടും കൂടി ചോദിച്ചു. അപ്പോൾ അവളെന്നോട് പറഞ്ഞത് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർത്തുന്നാണ്. അപ്പോൾ അതിലെനിക്കൊരു മോട്ടിവേഷനായി. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് വായിച്ച് തീർത്തുന്നല്ല കേട്ടോ. പക്ഷേ ഈ ബുക്കിൽ എനിക്ക് ക്യാച്ചിങ് ആയിട്ട് ആൾക്കാർക്ക് ഇത് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും, എന്തോരം ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഇതെല്ലാവരും ആൾക്കാർ സ്റ്റോറി സ്റ്റാറ്റസ് ഇടുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബുക്ക് അതിലെന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്. അതായത് അഖിൽ പി ധർമ്മജൻ എന്ന റൈറ്റർക്ക് ക്യൂരിയോസിറ്റി നല്ലപോലെ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ആൾക്കാരെ ക്യൂരിയസ് ആയിട്ട് പിടിച്ചിരുത്തി അടുത്ത ചാപ്റ്ററിലേക്ക് വായിച്ചു പോകാനുള്ള ആ ഒരു സ്കിൽ, ആ ഒരു കഴിവ് അത് പുള്ളിക്കുണ്ടായിരുന്നു. അതിലാണ് ആൾക്കാർ നല്ലപോലെ വീണുപോയത്. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. അതും നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ അഖിൽ പി ധർമ്മജന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഹാൻഡ്സ് ഓഫ്. ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് മലയാളം നോവലുകളോട് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയത്. അടുത്തത് ഞാൻ മാതൃഭൂമി ബുക്സിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ബുക്കാണ് ലാജോ ജോസിൻ്റെ റെസ്റ്റ് ഇൻ പീസ്. ഇതാണ് ആ ബുക്ക്. അപ്പോൾ ഇതിലെ ആമുഖത്തിൽ ലാജോ ജോസ് എഴുതിയൊരു വരികളുണ്ട്. ഞാൻ എഴുതിയ 3 പുസ്തകങ്ങളും സോ കോൾഡ് അഭിനവ ബുദ്ധിജീവികൾ പുച്ഛിക്കുന്നു, പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു ഉഗ്ന ലക്ഷണമാണ്. സാമാന്യ യുക്തിബോധമുള്ള വായനക്കാർക്ക് ഇഷ്ടമുള്ള എന്തോ ഒന്ന് ആ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന ലക്ഷണം. അതുകൊണ്ട് അത്തരക്കാർ ഈ പുസ്തകത്തെയും പുച്ഛിക്കണേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ബുദ്ധിജീവികൾ ഇങ്ങനെ സോ കോൾഡ് മറ്റേ ജുബിയും അത് കിടക്കുന്ന ഇന്റലക്ച്വലായ ആൾക്കാർക്ക് ഇങ്ങനത്തെ പുച്ഛം തോന്നും. സാധാരണക്കാർക്കൊക്കെ ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ ലാജോസ് പറഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൽ ഞാൻ വളരെ യോജിക്കുന്നു. ഈ ബുക്കിന് സാഹിത്യ അവാർഡ് കിട്ടിയപ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. അതായത് ഇതിൽ ഈ ബുക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, അത്രയ്ക്ക് സാഹിത്യം നിറഞ്ഞ ബുക്കൊന്നല്ല, ഇതിന് അവാർഡിന് അർഹിക്കുന്നില്ല, ഇതിനായിട്ടും അർഹിക്കുന്ന വേറെ കുറേ ബുക്കുകൾ ആ വർഷം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കുറേ വാർത്തകൾ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റായിട്ട് പറയാനുള്ളത്, അഖിൽ പി ധർമ്മജൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബുക്ക് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ബുക്ക് ഇറങ്ങിയ ശേഷം ഇപ്പോഴും ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇനി പറയാൻ പോകുന്നത് സ്പോയിൽ അലേർട്ടാണ്. അതായത് ആൾക്കാർ വായിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ നിർത്താം. ഈ അവസാനത്തെ 3 ഇഷ്യൂ വന്നു കഴിഞ്ഞ ആ ഒരു സംഭവത്തിൽ എല്ലാവരും, ഞാനൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തിരുന്നു ഇത് റിയൽ ആണോ എന്ന്. അതിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു ആ വീഡിയോകളിൽ. അതായത് എല്ലാ ചാനലിലും, ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ, ന്യൂസ് 18, ഇതിലെല്ലാത്തിലും 3 മനുഷ്യക്കടുത്ത് ബന്ധപ്പെട്ട് ആ ഒരു വീഡിയോയിൽ കുറേ കമൻറ്റുകൾ ആനന്ദി നിന്നെ മിസ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഈ കഥ നല്ല രീതിയിൽ കണക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനിയും നിങ്ങളുടെ ബുക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അഖിൽ പി ധർമ്മജനോട് താങ്ക് യു പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്.
സെൽഫ് ഹെൽപ്പ് ബുക്സും ഓട്ടോബയോഗ്രഫീസും മാത്രം വായിച്ചിരുന്ന എന്നെ കുറച്ചൊക്കെ മലയാളം നോവൽസിലേക്ക് കൊണ്ടുവന്നു. ലാജോ ജോസിൻ്റെ 2 ബുക്സ് വായിച്ചു. അത് കഴിഞ്ഞ് അന്നംകുട്ടി ജോസിൻ്റെ ബുക്കുകൾ വായിച്ചു തുടങ്ങി. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ബുക്കുകളാണ്. അപ്പോൾ അതിലേക്ക് എന്നെ നയിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.